അടയാളപ്പെടുത്തപ്പെടാത്ത ശവകുടീരങ്ങളും അവസാനിക്കാത്ത വിലാപങ്ങളും ബാക്കിയാക്കി ഒരു ജനതയെ കാൽനൂറ്റാണ്ടോളം ശ്വാസം മുട്ടിച്ച ആ നരകം ആരംഭിക്കുന്നത് തെക്കുകിഴക്കൻ ഏഷ്യയിലെ പച്ചപ്പ് നിറഞ്ഞ ഒരു കൊച്ചു രാജ്യത്താണ്. വിയറ്റ്നാം. ലോകഭൂപടത്തിലെ ഒരു ബിന്ദു മാത്രമായിരുന്ന ഈ ദേശം എങ്ങനെയാണ് ചരിത്രത്തിലെ ഏറ്റവും ഭീകരമായ യുദ്ധക്കളമായി മാറിയത്? ലോകശക്തിയായ അമേരിക്കയുടെ അഹങ്കാരം ഇവിടുത്തെ ചതുപ്പുകളിലും കാടുകളിലും എങ്ങനെ ആഴ്ന്നുപോയി? ഇതൊരു യുദ്ധത്തിന്റെ മാത്രം കഥയല്ല, മറിച്ച് അതിജീവനത്തിനു വേണ്ടി ഒരു ജനത നടത്തിയ രക്തരൂക്ഷിതമായ പോരാട്ടത്തിന്റെ വിറപ്പിക്കുന്ന സത്യമാണ്. രണ്ടാം ലോകമഹായുദ്ധത്തിന്റെ ചാരത്തിൽ നിന്ന് ലോകം ഉണരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ വിയറ്റ്നാമിൽ മറ്റൊരു കൊടുങ്കാറ്റ് രൂപപ്പെടുകയായിരുന്നു. വടക്ക് ഹോ ചി മിന്നിന്റെ നേതൃത്വത്തിലുള്ള കമ്മ്യൂണിസ്റ്റ് ഭരണകൂടവും തെക്ക് അമേരിക്കയുടെ പിന്തുണയുള്ള സർക്കാരും. ലോകം മുഴുവൻ കമ്മ്യൂണിസം പടരുമോ എന്ന ഭയത്തിലായിരുന്നു അന്ന് അമേരിക്ക. അതുകൊണ്ടുതന്നെ വിയറ്റ്നാമിലെ ആഭ്യന്തര കലഹത്തിൽ അവർ ഇടപെട്ടു. തുടക്കത്തിൽ ഉപദേശകരായി വന്നവർ പതുക്കെ തോക്കുകളും ബോംബുകളുമായി ആ മണ്ണിലിറങ്ങി. പക്ഷേ വരാനിരിക്കുന്ന ദുരന്തത്തിന്റെ ആഴം പെന്റഗണിലെ എയർ കണ്ടീഷൻ ചെയ്ത മുറികളിലിരുന്നവർ അറിഞ്ഞില്ല. ഇരുണ്ട കാടുകൾക്കുള്ളിൽ നിഴലുകളെപ്പോലെ ഒളിച്ചിരുന്ന വിയറ്റ്കോങ് പോരാളികൾ അമേരിക്കൻ സൈന്യത്തിന് ഒരു പേടി സ്വപ്നമായി മാറി. എവിടെ നിന്നാണ് വെടിയുണ്ടകൾ വരുന്നതെന്ന് അവർക്ക് മനസ്സിലായില്ല. നിശബ്ദമായ രാത്രികളിൽ കാടിനുള്ളിൽ നിന്ന് പൊടുന്നനെ ഉയരുന്ന ആക്രമണങ്ങൾ, കെണികൾ ഒളിപ്പിച്ച കുഴികളും വിഷപ്പാമ്പുകളും നിറഞ്ഞ ഭൂഗർഭ തുരങ്കങ്ങളും അമേരിക്കൻ സൈനികരുടെ ആത്മവിശ്വാസം തകർത്തു. ആധുനിക ആയുധങ്ങളും വിമാനങ്ങളുമുണ്ടായിട്ടും മണ്ണിൽ പുതഞ്ഞ യുദ്ധതന്ത്രങ്ങൾക്കു മുന്നിൽ അമേരിക്കൻ കരുത്തു പകച്ചുനിന്നു. ഭീകരമായ ഒരു ദൃശ്യം സങ്കൽപ്പിക്കുക. ആകാശത്തുനിന്ന് മഴപോലെ പെയ്യുന്ന നാപാം ബോംബുകൾ, പച്ചയായ മനുഷ്യശരീരങ്ങളെ ഉരുക്കിക്കളയുന്ന തീഗോളങ്ങൾ. ഏജന്റ് ഓറഞ്ച് എന്ന വിഷവാതകം വിയറ്റ്നാമിലെ പച്ചപ്പിനെ കരിച്ചുകളഞ്ഞു. ലക്ഷക്കണക്കിന് നിരപരാധികളായ മനുഷ്യർ വെന്തുമരിച്ചു. ഗ്രാമങ്ങൾ കത്തിയമർന്നു. യുദ്ധത്തിന്റെ ഭീകരത ടെലിവിഷൻ സ്ക്രീനുകളിലൂടെ ലോകം കണ്ടു. സ്വന്തം മണ്ണിൽ പോലും അമേരിക്കൻ ഭരണകൂടം ചോദ്യം ചെയ്യപ്പെട്ടു. എന്തിനുവേണ്ടിയാണ് ഈ ചോരപ്പുഴ എന്ന ചോദ്യത്തിന് ആർക്കും മറുപടിയുണ്ടായിരുന്നില്ല. നീണ്ട 19 വർഷങ്ങൾ. ഒടുവിൽ 1975 സെയ്ഗോണിന്റെ പതനത്തോടെ ആ ദുരന്തത്തിന് അന്ത്യമായി. വിയറ്റ്നാം വീണ്ടും ഒന്നായി. പക്ഷേ ആ വിജയത്തിന് നൽകേണ്ടി വന്ന വില വളരെ വലുതായിരുന്നു. 50,000-ലധികം അമേരിക്കൻ സൈനികരും ലക്ഷക്കണക്കിന് വിയറ്റ്നാമികളും മരിച്ചുവീണു. ലോകത്തിലെ ഏറ്റവും വലിയ സൈനിക ശക്തിയെ ഒരു ചെറിയ രാജ്യം തോൽപ്പിച്ചുവെന്നത് കേവലം ഒരു വാർത്തയല്ല, മറിച്ച് സ്വന്തം മണ്ണിനുവേണ്ടി പോരാടുന്ന മനുഷ്യരുടെ നിശ്ചയദാർഢ്യത്തിന്റെ അടയാളമാണ്. വിയറ്റ്നാം ഇന്ന് ശാന്തമാണ്. ആ കാടുകളിൽ ഇന്ന് പക്ഷികൾ പാടുന്നുണ്ട്. പക്ഷേ ഇന്നും ആ മണ്ണിൽ കാതുവച്ചാൽ നമുക്ക് കേൾക്കാം നിലയ്ക്കാത്ത വെടിയൊച്ചകളും നീറുന്ന നിലവിളികളും. യുദ്ധങ്ങൾ അവസാനിക്കുമെങ്കിലും അവ നൽകുന്ന മുറിവുകൾ തലമുറകളോളം ഉണങ്ങാതെ അവശേഷിക്കുന്നു. ചരിത്രം നമ്മെ ഓർമ്മിപ്പിക്കുന്നതൊന്നുമാത്രം: യുദ്ധത്തിൽ ആരും ജയിക്കുന്നില്ല, മറിച്ച് എല്ലാവരും തോൽക്കുകയാണ് ചെയ്യുന്നത്.